നമസ്കാരം. നിരന്തരമായിട്ട് ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള 2200ഓളം വീഡിയോകളിൽ വലിയൊരു ശതമാനവും നമ്മളെ തന്നെ, മലയാളികളെ തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളായിരുന്നു. ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ ഒരു മലയാളി, നമ്മളുടെ ഒരു സഹോദരൻ കേരളത്തിൽ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി UK പോയി അവിടുത്തെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തന്നെയാണ്. യാതൊരു തർക്കവുമില്ല. ആ സോജൻ ജോസഫിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ജനിച്ചു വളർന്നത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി, ഓണംതുരുത്ത് എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്താണ്. ഇപ്പൊ അദ്ദേഹത്തിന് 49 വയസ്സ്. ജോസഫ് ഏലിക്കുട്ടി ദമ്പതികളുടെ 7 മക്കളിൽ ഒരാളായ അദ്ദേഹം കോട്ടയത്തെ കോളേജ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബാംഗ്ലൂരുവിലെത്തി അവിടുത്തെ BR അംബേദ്കർ മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 2001 കൂടിയാണ് അദ്ദേഹം UK എത്തിച്ചേരുന്നത്. UK എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹം അവിടുത്തെ നാഷണൽ നഴ്സിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അനവധി മാരത്തോൺ മീറ്റുകളിൽ ഓടി കഴിവ് തെളിയിക്കുകയും അതെല്ലാം ചാരിറ്റിക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളത് നമ്മളെ കൂടുതൽ അഭിമാനപൂരിതമാക്കുകയും ചെയ്യുന്ന വിഷയമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വിഷയം, അദ്ദേഹം തോൽപ്പിച്ച വ്യക്തി അഥവാ സോജൻ ജോസഫിന് മുൻപിൽ തോറ്റ വ്യക്തി ചില്ലറക്കാരനല്ല. അദ്ദേഹം കഴിഞ്ഞ സർക്കാരിലെ ഫസ്റ്റ് സെക്രട്ടറിയാണ്, ഒപ്പം തന്നെ മിനിസ്റ്റർ കൂടിയായിരുന്നു, ക്യാബിനറ്റ് മിനിസ്റ്റർ. അങ്ങനെയുള്ള ഒരു വ്യക്തി, പേര് ലേബർ പാർട്ടിയുടെ മണ്ഡലം, ലേബർ പാർട്ടിയിൽ നിന്നാണ് സാജൻ ജോസഫ് ജയിച്ചത്. മണ്ഡലം വന്നിട്ട് ആഷ്ഫോർട്ട് ഇൻ കെന്റ്, തോൽപ്പിച്ചത് ഡാമിയൻ ഗ്രീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാനിത് പ്രത്യേകം നോക്കി പറയാനൊരു കാരണമുണ്ട്. വളരെ വിശിഷ്ടമായ വ്യക്തികളെ പറ്റി പരാമർശിക്കുമ്പോൾ പേരിൽ തെറ്റുകുറ്റങ്ങൾ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്, അതൊക്കെ ഓർത്തു വയ്ക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിതൊക്കെ നോക്കി വായിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വിവിധ മാധ്യമങ്ങളിൽ കണ്ടു സോജൻ ജോസഫിന്റെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ ഒക്കെ സന്തോഷവാന്മാരായി, അവിടുത്തെ പ്രദേശവാസികൾ ഒക്കെ സന്തോഷവാന്മാരായി, നമ്മുടെ മലയാളികളൊക്കെ സന്തോഷവാന്മാരായി നിലകൊള്ളുമ്പോഴും നമ്മുടെ നാട്ടിലെ ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ ഒരു ഇൻസ്പിറേഷൻ വേർഡ് പോലും മിണ്ടിയിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും നമ്മൾ അഭിമാനിക്കേണ്ട ഒരു വിഷയമാണ് തന്നെയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇവരാരും ചിപ്പോന്ന് മിണ്ടിയിട്ടില്ല എന്ന് എന്നെ ആശങ്കപ്പെടുത്തി. ഞാൻ ഇന്നലെ മുതൽ ഇത് ശ്രദ്ധിക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആര് എന്തു പറഞ്ഞാലും എങ്ങനെയൊക്കെ അഭിനയിച്ചാലും കഴിവുള്ളവൻ അവൻ എവിടെ പോയാലും അവന്റെ കഴിവ് തെളിയിച്ച് ഉന്നതങ്ങളിൽ എത്തും എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് നമ്മളുടെ നാട്ടിൽ നിന്നൊരാൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയി, അതും പണ്ട് 200 വർഷത്തോളം നമ്മളെ അടക്കി വാണ ബ്രിട്ടീഷുകാരുടെ അതേ പാർലമെന്റിൽ പോയി MP ആകുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല. അതാണ് അദ്ദേഹത്തിന്റെ മാഹാത്മ്യം. ഇനിയുമാണ് ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ പറയും. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിന്ന്, ഇന്ത്യയിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും നാട് വിട്ടുപോയിട്ടുള്ള ഒരുപാട് മലയാളികൾ, പ്രവാസികൾ വിവിധ രാജ്യങ്ങളുടെ നിർണായക പദവികളിൽ വഹിച്ചു വരുന്നുണ്ട്. കാനഡ നോക്ക്,
UK നോക്ക്, അമേരിക്ക, ഓസ്ട്രേലിയ, വിവിധ ചെറു രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളുടെ പേര് പിന്നെ പറയുകയേ വേണ്ട. കാര്യം ഗൾഫ് മൊത്തത്തിൽ ഭരിക്കുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ്. അവിടുത്തെ സുൽത്താനൊക്കെ ആ ചെയറിലിരിക്കുന്നു എന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം നമ്മുടെ മലയാളികളാണ് ചെയ്തു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നേ, നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾക്ക് കൃത്യമായ വിദ്യാഭ്യാസവും കൃത്യമായ ട്രെയിനിങ്ങുകളും കൃത്യമായ ശേഷികളും വളർത്തിയെടുത്ത് നമ്മൾ എന്തായാലും പ്രവാസികളായി ജീവിക്കാൻ വേണ്ടി ജനിക്കപ്പെട്ടവരാണ് മലയാളികൾ. നമ്മൾ വിവിധ രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് ഒരുപാട് ഉന്നതങ്ങളിൽ വളർന്നു കയറാൻ കഴിയും. നമ്മളുടെ പൂർവികർ മലയാളികൾ എന്ന് പറയുന്ന ഓമന പേരിൽ വിവിധ രാജ്യങ്ങളിൽ പോയി നമുക്ക് വേണ്ടി നേടിയെടുത്തിട്ടുള്ള പേരും പ്രശസ്തിയും അത്രയ്ക്ക് വലുതാണ്. നമ്മൾ ആ പേരിനെ പ്രശസ്തിയെയും ഉപയോഗപ്പെടുത്തുവാൻ ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് വ്യാപകമായിട്ട് നമ്മൾ ഇന്ത്യക്കാര്, നമ്മൾ മലയാളികള് ഇവരാണ് കൂടുതലും പ്രവാസികളായി അന്യനാടുകളിലേക്ക് പോകുന്നത്. ഉപജീവനത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ പോലും ലോകം ഭരിക്കാൻ ശേഷിയുള്ളവരാണ് നമ്മളുടെ ഇന്ത്യക്കാരും, പ്രത്യേകിച്ച് മലയാളികളും. മലയാളികൾ മനസ്സ് വെച്ചാൽ ലോകം തന്നെ നമുക്ക് ഭരിക്കാൻ കഴിയും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സോജൻ ജോസഫിന്റെ വിജയം. ഇത് മാതൃകയാക്കി നിങ്ങൾ പ്രവാസികളാകാൻ ആഗ്രഹിക്കുന്നവർ അതനുസരിച്ചുള്ള ജീവിതം ജീവിച്ചാൽ നിങ്ങൾക്കും ഇതേപോലത്തെ പദവികളിൽ എത്തിപ്പെടാൻ കഴിയും. ഞാനൊക്കെ ചത്തുകെട്ട് പോയാലും നമ്മുടെ മലയാളികൾ നാളെ ലോകം ഭരിക്കുന്ന ഒരു ദിവസം പ്രതീക്ഷിക്കുകയെങ്കിലും ചെയ്തുകൂടെ ഞങ്ങൾക്ക്? ഇതൊരു ഇൻസ്പിറേഷനായി നിങ്ങൾ മലയാളികൾ ഏറ്റെടുക്കണം. പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾ. ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പ്രവാസിയായിട്ട് ജീവിച്ച വ്യക്തിയാണ്. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത്, മലയാളി എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്, ഒരു മാനമുണ്ട്, നമുക്കൊരു കസേരയുണ്ട്. അത് നമ്മളുടെ പൂർവികർ ചെയ്തു കൂട്ടിയ നന്മയുടെ ഗുണമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ മലയാളിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്